ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പവന് 1 ലക്ഷം രൂപ കടന്ന സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. ആശങ്കയിൽ ഉപഭോക്താക്കൾ. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആകെയുള്ളത് 24,02,432 വോട്ടർമാർ. ഇരിഞ്ഞാലക്കുടയിൽ NSS ഓഫീസിന് നേരെ ആക്രമണം. 2 ജനൽ ചില്ലുകൾ തകർത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച കരിങ്കല്ലുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ചാഴൂർ ജയന്തി കോൾപ്പടവിൽ സ്വകാര്യ വ്യക്തിയുടെ ബണ്ട് നിർമ്മാണം. കുടിയിറക്ക് ഭീഷണിയിൽ സമീപവാസികൾ. വാർത്തകൾ വിശദമായി. പവന് 1 ലക്ഷം രൂപ കടന്ന് സ്വർണ്ണവില. 1,01,600 രൂപയാണ് ചൊവ്വാഴ്ച രാവിലെ ഒരു പവന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 12,700 രൂപയാണ് വില. ഈ വർഷം ഇതുവരെ പവന് 44,800 രൂപയാണ് കൂടിയത്. നിലവിലെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1,13,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. 3% GST, 10% പണിക്കൂലി, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ഉൾപ്പെടുന്ന നിരക്കാണ് ഇത്. പണിക്കൂലി മാറുന്നതിനനുസരിച്ച് വിലയിലും വ്യത്യാസമുണ്ടാകും. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയ്ക്ക് കരുത്തേകുന്നത്. കൂടാതെ US വെനസ്വേല സംഘർഷ സാധ്യതയും വിപണിയെ സ്വാധീനിക്കുന്നു. സ്വർണ്ണവില ചരിത്രത്തിലെ തന്നെ പുതിയ ഉയരത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപ മറികടന്നതോടെ സ്വർണ്ണ വിപണിയിൽ ആശങ്കയും ചർച്ചകളും ശക്തമായി. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇത് സെയിൽസിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വില വർധനയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സെയിൽസിനെയൊക്കെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് പൊതുവെ സർവേ. അത് കൂടുന്നതിന് കാരണങ്ങൾ പൊതുവെ അറിയാമല്ലോ. ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഇഷ്യൂസും ട്രേഡ് വാർ അതുപോലുള്ള കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗോൾഡ് റേറ്റ് കൂടുന്നതിന് ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മണി വാല്യൂ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അതിന് ഡിഫറൻസ് ഉണ്ട്. കസ്റ്റമേഴ്സ് മുന്നേ വാങ്ങിച്ചിരുന്നവർക്ക് 10 പവൻ അല്ലെങ്കിൽ 20 പവൻ വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ പകുതി വാങ്ങിക്കാവുന്ന രീതിയിലേക്കാണ് ക്യാഷിൻ്റെ വർത്തിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ സ്കീം ബേസ് ചെയ്തിട്ട് ആളുകൾക്ക് അത് ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. 5% മുതൽ അല്ലെങ്കിൽ 10% അങ്ങനെ ബുക്ക് ചെയ്ത് ക്യാഷ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ ആ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സെയിൽസിന് ഇതിപ്പോൾ നമുക്കിതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഗോൾഡിൽ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല. നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണയം വയ്ക്കാനും ഗോൾഡ് ആവശ്യം നേരത്തെ വിറ്റ് കാശാക്കാനുള്ളൊരു സേവിങ്സ് ഉള്ള കാരണം ഇതിന് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പ്രധാന പ്രശ്നം ഇത് റേറ്റ് കൂടാൻ കാരണം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ ഫെഡ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതും പിന്നെ പല രാജ്യങ്ങളും ഇത് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കൂടിയപ്പോൾ ഇതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് റേറ്റ് ഇങ്ങനെ കയറി പോകണം. ഇൻ്റർനാഷണൽ മാർക്കറ്റ് അനുസരിച്ചാണ് ഈ റേറ്റ് കയറ്റം വരുന്നത്. പക്ഷേ ആവശ്യക്കാർക്ക് എന്തായാലും ഇത് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, എന്തായാലും എടുക്കണം. ഇപ്പോൾ ഈ ഇത്ര റേറ്റ് കയറുമ്പോൾ കുറച്ചൊക്കെ ജനങ്ങൾ ഒരു 18 കാരറ്റ് ലൈറ്റ് വെയിറ്റ് കളക്ഷനിലേക്ക് കുറച്ച് മാറിയിട്ടുണ്ട്. ചേച്ചി, ഇപ്പോൾ ഈ ഒരു സ്വർണ്ണവില കൂടിയത് ഒരു പൊതുജനം എന്ന നിലയ്ക്ക് നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? വിചാരിച്ച പോലെ രീതിയിൽ സ്വർണ്ണം എടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, ഞങ്ങൾക്ക് അത്ര നല്ല രീതിയിലൊന്നും സ്വർണ്ണം വാങ്ങിക്കാനൊന്നും പറ്റുന്നില്ല. നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കുമ്പോൾ അതിന് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ നമുക്കതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോരാറ പതിവ് സാധാരണ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില വളരെ അധികമാണ് ഇപ്പം. പിന്നെ ഞാനൊരു സ്ഥിരമായിട്ട് സ്വർണ്ണം എടുക്കുന്ന ഒരാളല്ല. എൻ്റെ ഫാദറിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ 75ാം പിറന്നാളാണ്. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. സ്വർണ്ണവില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല. 1 ലക്ഷം രൂപ കടന്ന സ്വർണ്ണവില സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെയും തീരുമാനങ്ങളെയും മാറ്റുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എന്താകുമെന്ന് അറിയാനാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആകെ 24,000
2432 വോട്ടർമാരാണ് ഉള്ളത്. പുതിയതായി 501 പോളിംഗ് സ്റ്റേഷനുകൾ രൂപീകരിച്ചു. കരട് വോട്ടർ പട്ടിക ഓൺലൈനായും നേരിട്ടും പരിശോധിക്കാം. കരട് വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ വിശദീകരിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികളും തുടർ നടപടികളും കളക്ടർ യോഗത്തിൽ വിശദീകരിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ NSS ഓഫീസിന് നേരെ ആക്രമണം. ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന NSS കരയോഗം ഓഫീസിന് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. 2 ജനൽ ചില്ലുകൾ തകർത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച കരിങ്കല്ലുകൾ സമീപത്തു നിന്നും കണ്ടെത്തി. ഇരിഞ്ഞാലക്കുട പോലീസിൽ പരാതി നൽകി. ജയന്തി കോൾപ്പടവിൽ സ്വകാര്യ വ്യക്തിയുടെ ബണ്ട് നിർമ്മാണം. കുടിയിറക്ക ഭീഷണിയിൽ സമീപവാസികൾ. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തി കോൾപ്പാടശേഖരത്തിലെ പുറത്തൂർ ഭാഗത്താണ് സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ കോൾപ്പാടത്തിലൂടെ ബണ്ട് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് 100ഓളം വീടുകൾ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറുന്ന ഒരു പ്രദേശം കൂടിയാണിത്. 2 മാസത്തോളം പൂർണ്ണമായും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പുറത്തൂരിലാണ് 2011 മുതൽ റിസോർട്ടിന് വേണ്ടി 5 ഏക്കറോളം നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തി നിർമ്മാണം നടന്നുവരുന്നത്. ജയന്തി കോൾപ്പടവിൽ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുറത്തൂർ റിസോർട്ടിനു വേണ്ടി നെൽപ്പാടത്തിലൂടെ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അനധികൃതമാണെന്നും റിസോർട്ട് നിർമ്മാണം പോലും വ്യാജരേഖകളുടെ പിൻബലത്തിലാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വർഷക്കാലത്ത് 1.5 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള മഴവെള്ളം ജയന്തി കോൾപ്പടവിലേക്ക് ഒഴുകിപ്പോകുന്നതാണ് ബണ്ട് നിർമ്മിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇതോടെ സമീപത്തെ വീട്ടുകാർ വലിയ വെള്ളക്കെട്ട് മൂലം കുടിയിറക്ക ഭീഷണിയിലാണ്. തുടർന്ന് നാട്ടുകാർ പരാതികളുമായി രംഗത്തിറങ്ങുകയും 2014 ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവർത്തികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ 2011 മുതൽ സ്വകാര്യ വ്യക്തി റിസോർട്ടിന് മണ്ണിട്ട് തൂത്തുന്നതാണ്. പല സമയത്തും വില്ലേജിലും പഞ്ചായത്തിലും 2 തവണ കളക്ടർക്ക് 2014 2017 പരാതി കൊടുത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത. ഇത് കൊടുക്കുക 2 ആഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും പണികൾ ആരംഭിക്കുക. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തി ഇപ്പം ഈ കഴിഞ്ഞ ഇലക്ഷന് മുൻപായിട്ട് പ്രസിഡന്റ് മോഹൻദാസേട്ടൻ വന്നിട്ട് നേരിട്ട് വന്ന് കണ്ട് ഇതൊക്കെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്താണ് വില്ലേജിൽ നിന്നും. അത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും മണ്ണടിച്ചിട്ട് കല്ലടിച്ചിട്ട് ഇങ്ങനെ പണികൾ ഇങ്ങനെ ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നെ രാത്രി കാലങ്ങളാണെന്ന് റിസോർട്ടിൽ കുടിച്ച ആൾക്കാർ മദ്യപന്മാരെ അലർച്ച ഒച്ചയും ബഹളം പാട്ടും ബഹളം അത് വേറെ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരാതി കാണുന്നതാണ്. ആ ബണ്ടന് പൊളിച്ചു മാറ്റുന്ന നാട്ടുകാർ തന്നെ പല സമയത്ത് ആവശ്യം. എന്ന് വെച്ചാൽ അവരെ പേടിച്ചിട്ട് ആരും നേരിട്ട് പരാതി തന്നെ പറയാൻ തയ്യാറല്ല. ബണ്ട് നിർമ്മാണത്തോടു കൂടി 25 ഏക്കറോളം നെൽകൃഷി സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കൊയ്ത്തു മിഷൻ, ട്രാക്ടർ എന്നിവ ഇറക്കാനും മറ്റ് കൃഷിപ്പണികൾ നടത്താനും പറ്റുന്നില്ല. പാടശേഖരത്തിലൂടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടും പാടശേഖര സമിതിയും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നാണ് റിസോർട്ടുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും ജനവാസ മേഖലയിലിറങ്ങി. അതിരപ്പള്ളിയിൽ വനം വകുപ്പിനും നാട്ടുകാർക്കും തലവേദനയായി മാറുകയാണ് കാട്ടുകൊമ്പൻ. വെറ്റിലപ്പാറ, വെട്ടിക്കുഴി, പീരാർമുഴി ഭാഗങ്ങളിൽ കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാഴയും തെങ്ങും കവുങ്ങും അടക്കമുള്ള കൃഷികളാണ് നശിപ്പിച്ചത്. വനം വകുപ്പ് സ്ഥാപിച്ച വൈദ്യുതി വേലി തകർത്താണ് കൃഷിയിടത്തിലേക്ക് കാട്ടാന എത്തിയത്. അമിതഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ ഓട്ടം മൂലം മേപ്പാടം എളനാട് റോഡ് തകർച്ചയുടെ വക്കിൽ. ചേലക്കര ഭാഗത്തെ ക്വാറികളിൽ നിന്ന് കല്ലും മണലുമായി പായുന്ന ലോറികളാണ് റോഡിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നത്. പങ്ങാരപ്പള്ളിക്കും എളനാടിനുമിടയിൽ 7 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 8 അപകടകരമായ രീതിയിൽ റോഡിടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടു. മറ്റു പല ഇടങ്ങളിലും റോഡ് വിണ്ടുകീറി താഴ്ന്ന നിലയിലാണ്. പനംകുറ്റി പൂളച്ചുവട് പാലത്തിനു സമീപം കളപ്പാറ, കാളിയാർ റോഡ്, തൃക്കണായ എന്നിവിടങ്ങളിലെ റോഡിലെ ഗർത്തം അപകടാവസ്ഥയിലാണ്. ഇതിലകപ്പെട്ട് ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. BMBC നിലവാരത്തിലാണ് മേപ്പാടം എളനാട് റോഡ് നിർമ്മിച്ചതെങ്കിലും പേരിൽ മാത്രമാണ് നിലവാരമെന്നാണ് ഉയരുന്ന ആക്ഷേപം. നിർമ്മാണത്തിലെ പിഴവുകൾ പ്രദേശവാസികൾ അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ മാനദണ്ഡമനുസരിച്ച് നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. TCV ന്യൂസ്, ചേലക്കര. ഇടവേള.
Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. കൊടകര ബ്ലോക്കിൽ UDF ഭരിക്കുന്ന 3 പഞ്ചായത്തുകളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ ധാരണയായി. പുതുക്കാട് പഞ്ചായത്തിൽ രതി ബാബു പ്രസിഡന്റാകും. വൈസ് പ്രസിഡന്റായി 2.5 വർഷം KJ ജോജുവും പിന്നീട് സിജു പയ്യപ്പള്ളിയും സ്ഥാനം വഹിക്കും. തൃക്കൂരിൽ സുന്ദരി മോഹൻദാസാണ് പ്രസിഡന്റ്. പോൾസൺ തെക്കുംപീടികയാകും വൈസ് പ്രസിഡന്റ്. മീന മദരൻ വരന്തരപ്പള്ളിയിൽ പ്രസിഡന്റാകും. വൈസ് പ്രസിഡന്റായി ആദ്യ 2.5 വർഷം സാൻഡോ നന്ദിപുലവും പിന്നീട് ആന്റണി പൊന്നാരിയും സ്ഥാനം വഹിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡറായി ഷാജു കാളിയങ്കരയെ തെരഞ്ഞെടുക്കുന്നതിനും ധാരണയായതായി നേതാക്കൾ അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ്, പുതുക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KM ബാബുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും പ്രധാന ഭാരവാഹികളും ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ലക്കിടിയിൽ അമ്മയുടെയും 5 വയസ്സുകാരിയായ മകളുടെയും മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. ശരണ്യയും മകൾ ആദിശ്രീയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച ടോറസ് ലോറിയാണ് പാലക്കാട് ജില്ലാ ഫോറൻസിക് വിദഗ്ധ സംഘം പരിശോധിച്ചത്. ലോറിയുടെ പിൻവശത്തെ ടയറിൽ നിന്നുള്ള രക്തസാമ്പിൾ അടക്കം ഇവർ ശേഖരിച്ചു. ഫിംഗർ പ്രിന്റ് വിദഗ്ധൻ രവികുമാർ, ഫോറൻസിക് ഓഫീസർ ആനന്ദ് എന്നിവരടക്കമുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത്. അപകടം പതിയിരിക്കുന്ന ഈ റോഡിൽ വേഗത കുറച്ച് പോകുന്നതിനായി സിഗ്നൽ സംവിധാനങ്ങൾ ആവശ്യമായ രീതിയിൽ ഇല്ലാത്തത് അന്വേഷണ സംഘം വിലയിരുത്തി. ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്ന നിയമനങ്ങളെല്ലാം തന്നെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുള്ള രാഷ്ട്രീയ നിയമനമാണ് PROയുടേതെന്ന് BJP. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ PRO മാധ്യമങ്ങൾക്ക് നൽകാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഭക്തർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ദേവസ്വം ചെയർമാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. മാത്രമായിട്ടാണ് ഈ ഒരു തസ്തിക സൃഷ്ടിച്ചിട്ടുള്ളത് പോലും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളിൽ ഉണ്ടാകുന്നത് പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും തന്നെ വലിയ ഒരു ദുഃഖമാണ് സമ്മാനിക്കുന്നത്. വലിയ പ്രതിഷേധവും ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ നിഷ്പക്ഷത പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ സംശയം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് മുൻപിൽ നിന്നു എന്നൊക്കെയുള്ള വാർത്തയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ആ കാര്യത്തിലും വലിയ ആശങ്ക തന്നെയാണ് ഉള്ളത്. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ജയിലിൽ അടച്ചു. നെല്ലായി ആലത്തൂർ സ്വദേശി കുറുവത്ത് വീട്ടിൽ ആദർശിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 80 പേരെ കാപ്പ പ്രകാരം ജയിലിൽ അടച്ചതായി റൂറൽ പോലീസ് അറിയിച്ചു. ആകെ 233 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 153 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തുകയോ മറ്റുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തുവെന്നും റൂറൽ പോലീസ് അറിയിച്ചു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ സുരക്ഷ ഒരുക്കി തൃശൂർ റൂറൽ പോലീസ്. ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളും 2 സെക്ടറുകളായി വിഭജിച്ചാണ് സുരക്ഷ. 24 മണിക്കൂറും പട്രോളിംഗ് നടത്തും. കൂടാതെ ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, കൊടുങ്ങല്ലൂർ സബ് ഡിവിഷനുകളിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സുകളെ വിന്യസിക്കും. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തീരുമാനിച്ചു. ഗതാഗത നിയമലംഘനങ്ങളിൽ കർശന നടപടികൾ സ്വീകരിക്കും. മഫ്തിയിൽ ജില്ലയിലുടനീളം വ്യാപക റെയ്ഡുകളും നിരീക്ഷണവും നടത്തും.
ഗുണ്ടകൾക്കെതിരെ കരുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റൂറൽ പോലീസ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വഴിയോര കച്ചവടക്കാരനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വർഷങ്ങളായി ക്ഷേത്ര പരിസരത്ത് കഴിയുന്ന പാലക്കാട് വടക്കുംചേരി സ്വദേശി മീശ എന്ന് വിളിക്കുന്ന ചന്ദ്രനുമായാണ് ടെമ്പിൾ SI R ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പ് നടത്തിയത്. ചാവക്കാട് തിരുവത്ര സ്വദേശി ചീരമ്പത്ത് രാജേന്ദ്രനെയാണ് കഴിഞ്ഞ 12-ന് പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പഴഞ്ഞിയിൽ യുവകർഷകനും ഫോട്ടോഗ്രാഫറുമായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ജെറുസലേം ചോഴിക്കുന്നത്ത് പരേതനായ പ്രഭാകരന്റെ മകൻ 42 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. അരുവായി പാടത്തെ കൃഷിയിടത്തിലേക്ക് തോട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് കൊണ്ടുവന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. നാട്ടുകാർ ഷൈജുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രീനിവാസനെ സ്മരണാഞ്ജലി അർപ്പിച്ച് 11 വയസ്സുകാരനായ അൽ യസ വരച്ച കാർട്ടൂൺ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. 5 വയസ്സുള്ളപ്പോൾ തന്നെ പ്രമുഖ വ്യക്തികളുടെ കാർട്ടൂണുകൾ വരച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ അൽ യസ MTയുടെ മരണത്തെ തുടർന്ന് വരച്ച കാരിക്കേച്ചറും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന കാർട്ടൂണുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് അവ നോക്കി വരയ്ക്കുന്നതിലൂടെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അൽ യസ ഒരു കുട്ടി കാർട്ടൂണിസ്റ്റായി ശ്രദ്ധേയനായത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ സത്താർ ആധൂരിന്റെയും ഷമീന ബീവിയുടെയും മകനായ അൽ യസ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കലയും സാമൂഹിക ബോധവും ചേർന്ന തന്റെ ചിത്രങ്ങളിലൂടെ ചെറുപ്പത്തിലെ വലിയ പ്രതീക്ഷകളാണ് അൽ യസ കാർട്ടൂൺ മേഖലയിൽ തുറക്കുന്നത്. TCV ന്യൂസ് എരുമപ്പെട്ടി. ചൊവ്വന്നൂർ സ്വദേശിനിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുതിരം പറമ്പത്ത് വീട്ടിൽ 46 വയസ്സുള്ള സുജിതയാണ് മരിച്ചത്. വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ആളൂരിൽ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കയറി കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളി പോലീസിന്റെ പിടിയിലായി. കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ സുന്ദരനാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. 2019 ജൂലൈ 2 വൈകിട്ട് കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ പ്രവീണിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കടന്ന പ്രതി ഹാളിലുണ്ടായിരുന്ന കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി ലീഡർ K. കരുണാകരന്റെ ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വിവിധ പരിപാടികൾ നടന്നു. പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. K. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ V. K. ശ്രീകുമാർ, രവി കുമ്പളക്കോട്, K. കുഞ്ഞൻകുട്ടി, ടോമി ജോസഫ്, പ്രദീപ് A, കൃഷ്ണദീപ തുടങ്ങിയവർ സംസാരിച്ചു. പൂവത്തൂർ സെയിന്റ് ആന്റണീസ് UP സ്കൂളിൽ ജോയ്ഫുൾ ഗിഫ്റ്റ് പദ്ധതി ശ്രദ്ധേയമായി. ജോയ്ഫുൾ ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും സ്റ്റാഫ് അംഗങ്ങളും ഒത്തൊരുമിച്ച് ഒരുക്കിയ 10 ഇനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് 25 കുടുംബങ്ങൾക്ക് നൽകി. പാവറട്ടി SI അനുരാജ് TC ജോയ്ഫുൾ ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ AD സാജു തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി. ചാവക്കാട് ചത്തുരത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ അധ്യക്ഷത വഹിച്ചു. ഉമ്മർ ഫൈസി മുക്കം, NK അക്ബർ MLA, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, അഡ്വക്കേറ്റ് VR അനൂപ്, അബൂബക്കർ ഫൈസി ചെമ്മങ്ങനാട്, അബ്ദുൽ കരീം ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് സമസ്തയുടെ ശതാബ്ദി ആഘോഷം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ചെന്നൈ എയർപോർട്ടിൽ നിന്നും പിടികൂടി. ചെട്ടിപ്പറമ്പിൽ വീട്ടിൽ റിജേഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 20-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. SN പുരം സ്വദേശി തായാട്ടുപറമ്പിൽ അതുൽ കൃഷ്ണയെ ആക്രമിച്ച കേസിലാണ് നടപടി. മതിലകം SHO വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചെറുതുരുത്തിയിൽ സ്കൂൾ ജീവനക്കാരൻ പോക്സോ കേസിൽ പിടിയിൽ. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മലപ്പുറം കൊളത്തൂർ സ്വദേശി സുലൈമാനാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. ചെറുതുരുത്തി SI AR നിഖിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കടം വാങ്ങിയ 8 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപയ്ക്ക് നൽകിയ ചെക്ക് മടങ്ങിയ കേസിൽ കോടതി ശിക്ഷ വിധിച്ചു. വെങ്കിടങ്ങ് സ്വദേശി പൊന്നറമ്പിൽ അശോകനെയാണ് ശിക്ഷിച്ചത്. ചെക്ക് സംഖ്യ നൽകുന്നതിനും പണം നൽകിയില്ലെങ്കിൽ 1 മാസം തടവ് ശിക്ഷയ്ക്കുമാണ് ചാവക്കാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി മജിസ്ട്രേറ്റ് ഡോക്ടർ അശ്വതി അശോകൻ ശിക്ഷ വിധിച്ചത്. 2018-ൽ ബിസിനസ് ആവശ്യത്തിനു വേണ്ടി വെങ്കിടങ്ങ് സ്വദേശി അറയ്ക്കൽ ജിജോ ആണ് പണം നൽകിയത്. ജിജോയ്ക്ക് നൽകിയ ചെക്ക് പണമില്ലാതെ മടങ്ങിയതിനെ തുടർന്ന് ബോധിപ്പിച്ച കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഷോർട്ട് ഫിലിം സംവിധായകൻ എന്ന നിലയിലുള്ള ടാലന്റ് ബുക്കിന്റെ ദേശീയ റെക്കോർഡിന് 11 വയസ്സുകാരൻ നെല്ലുവായ് സ്വദേശി അമൽ അരവിന്ദൻ അർഹനായി. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് സത്താർ ആദൂർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അമലിന് സമ്മാനിച്ചു. സിനിമാ പ്രവർത്തകനായ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് അമൽ അരവിന്ദൻ. പൂതം വരവായി എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്ന ഖ്യാതി അമൽ നേടിയെടുത്തത്. ചെറുപ്പം മുതൽ സിനിമയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അഭിനയിക്കുകയും പരസ്യചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് സിനിമയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ആശയം, ഒരു സംവിധാനം ചെയ്യണം, കുട്ടിയായിരിക്കുമ്പോൾ ഒരു സംവിധായകനാവണം എന്ന് അവന്റെ മനസ്സിലൊരു ആശയം തോന്നിയത്. യങ്ങസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്ട് എ ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം കാറ്റഗറിയിലാണ് ഈ അംഗീകാരം. യങ്ങസ്റ്റ് ഫിലിം മേക്കർ ടു ഡയറക്ട് എ ഫീച്ചർ സ്റ്റാൻഡേർഡ് കൾച്ചറൽ ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ടുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കില് ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിൽ റെക്കോർഡ് ഹോൾഡേഴ്സ് ഉള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇത് ഇടം പിടിക്കുകയാണ്. എൻ്റെ ഒരു സന്തോഷം, ഞാൻ ഈ എരുമപ്പെട്ടി പ്രദേശത്തുള്ള ഒരാളാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളെ എനിക്ക് അവരുടെ വ്യത്യസ്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യധാരയിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട്. ആര്യമ്പാടം സർവോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ. 4 വയസ്സ് മുതൽ അഭിനേതാവായും മലയാള സിനിമയിലും പരസ്യചിത്രങ്ങളിലും കുട്ടികളുടെ നാടകരംഗത്തും അമൽ സജീവമാണ്. ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമാണ്. എന്റെ ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡാണ് ഇപ്പൊ കിട്ടിയത്. സിനിമയെ കുറിച്ച് അറിഞ്ഞത് അച്ഛന്റെ കൂടെ നടന്നിട്ടാണ്. അച്ഛന്റെ കൂടെ ചെറുപ്പം മുതൽ, അതായത് അച്ഛൻ ചെയ്ത ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും മ്യൂസിക്കൽ ആൽബത്തിലും ഒക്കെ അഭിനയിച്ചിട്ട് ക്യാമറയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. കേരളത്തിലെ ഉത്സവങ്ങളുടെ തനിമ നിലനിർത്തുന്ന നാട്ടുവേലകളിൽ പാരമ്പര്യമായി പൂതം കെട്ടുന്ന ഒരു കുട്ടിയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം. അരവിന്ദൻ ഫേസ് ഗാലറി പ്രൊഡക്ഷൻ ഹൌസിന്റെയും ആര്യമ്പാടം സർവോദയം സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണം. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ദേവൻ കെ പണിക്കർ, മനോജ് ചൊവ്വല്ലൂർ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കഴിമ്പ്രം ബീച്ചിൽ നടന്നുവരാറുള്ള ആല ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 24 മുതൽ 31 വരെ നടത്തുമെന്ന് സംഘാടകർ തൃപ്രയാറിൽ അറിയിച്ചു. ഫെസ്റ്റിവൽ കൊടിയേറ്റം AU രഘുരാമൻ പണിക്കരും 25-ന് വൈകിട്ട് നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും നിർവഹിക്കും. ചെയർമാൻ CC മുകുന്ദൻ MLA, ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, കോർഡിനേറ്റർ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ,
PS സജിത്ത്, MK ഭീതിഹരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലുവായ ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള നൃത്തോത്സവം ആരംഭിച്ചു. കേരള കലാമണ്ഡലം മോഹിനിയാട്ടം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി CS ബൈജു എന്നിവർ സന്നിഹിതരായി. തൃപ്രയാർ സെന്ററിന് സമീപം വെച്ച് നാട്ടിക പള്ളം ബീച്ച് സ്വദേശി എറണാകുളത്ത് വീട്ടിൽ അഭിനവ് എന്നയാളെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. നാട്ടിക വല്ലത്ത് റോഡ് സ്വദേശി വെട്ടുവൻതറ വീട്ടിൽ റിദിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് കാട്ടൂർ പൊന്നനം ദേവി ക്ഷേത്രത്തിലെ 10ാമത് മഹോത്സവം 29-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിഞ്ഞാലക്കുടയിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. 3 ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കലാമണ്ഡലം ശിവദാസന്മാരാരുടെ നേതൃത്വത്തിൽ 60ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളവും മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കും. ഭാരവാഹികളായ രമേശ് മേനോൻ, KA പ്രമോദ്, സതീഷ് കുർമാത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിന്റെ 36ാമത് വാർഷികാഘോഷം കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാൾ PV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയം വൈസ് പ്രിൻസിപ്പാൾ PV മീന തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവല്ലുവാമല പഞ്ചായത്തിലെ ഭവന നിർമ്മാണ പദ്ധതിയിൽ അപാകത എന്ന് ആരോപണം. അടിസ്ഥാന സൗകര്യമൊരുക്കാത്തതുമൂലം 25 വീടുകളുടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. നിർമ്മാണം ആരംഭിച്ച ഗുണഭോക്താക്കളിൽ ചിലർ വീട് പണി പൂർത്തീകരിച്ചെങ്കിലും വൈദ്യുതിയോ വെള്ളമോ ഇല്ലാത്തത് പ്രതിസന്ധിയായി. പുതിയ ഭരണസമിതിയുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഗുണഭോക്താക്കൾ. വൃന്ദാര കലാ സാംസ്കാരിക വേദിയും അരിമ്പൂർ സെയിന്റ് ആന്റണീസ് പള്ളിയിലെ ക്രൈസ്റ്റ് കുടുംബ കൂട്ടായ്മ യൂണിറ്റും ചേർന്ന് കുന്നത്തങ്ങാടിയിൽ മിനി ബോൺ നത്താലെ നടത്തി. വൃന്ദാര സാംസ്കാരിക വേദി രക്ഷാധികാരി സുനിൽ, സെക്രട്ടറി സരിൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയ്മോൻ, കൃഷ്ണപ്രസാദ്, ട്രഷറർ അരുൺ, പ്രസിഡന്റ് അനൂപ് രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി വാണിജ്യം. മാരുതി സുസുക്കിയുടെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി AM മോട്ടോഴ്സ് ഇനി മുതൽ കൊടകരയുടെ മണ്ണിലും. രാജ്യത്തെ മുൻനിര മാരുതി സുസുക്കി ഡീലറായ AM മോട്ടോഴ്സിന്റെ കൊടകരയിലെ പുതിയ ഷോറൂം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. AM മോട്ടോഴ്സ് മാനേജിംഗ് പാർട്ണർ മുഹമ്മദ് ഇക്ബാൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KM നിഹാസ്, മാനേജ്മെന്റ് പ്രതിനിധികളായ മുഹമ്മദ് നാഫിഖ്, മുഹമ്മദ് ഫാസിൽ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജേന്ദ്രൻ, അസോസിയേറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായി. മാരുതി സുസുക്കി കാറുകളുടെ വിൽപ്പന, സർവീസ്, സ്പെയർ പാർട്സ് തുടങ്ങി എല്ലാ അനുബന്ധ സേവനങ്ങളും കൊടകര ഷോറൂമിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. കാർ വിപണന രംഗത്ത് 1/4 നൂറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള AM മോട്ടോഴ്സ് ഇതിനകം ദേശീയ, അന്തർദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ ഡീലറായ AM മോട്ടോഴ്സിന്റെ വരവ് കൊടകരയുടെ വികസനത്തിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
ഉദ്ഘാടന ദിനത്തിൽ മാരുതിക്കുള്ള 2 ഫ്രീ കാർ വാഷിംഗ് കൂപ്പണുകളും ഫ്രീ ഫുൾ ബോഡി ചെക്കപ്പും ഡിസ്കൗണ്ട് കൂപ്പണുകളും കൂടാതെ 16 സന്ദർശകർക്ക് ലക്കി ഡ്രോയിലൂടെ ഫുൾ ടാങ്ക് ഇന്ധനം വരെ നേടാനുള്ള അവസരവും AM മോട്ടോഴ്സ് ഒരുക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9895951111 9048900066. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,700 രൂപ, പവന് 1,01,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പവന് 1,00,000 രൂപ കടന്ന സ്വർണ്ണവില. പവന് 1,01,600 രൂപയായി. ആശങ്കയിൽ ഉപഭോക്താക്കൾ. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആകെ ഉള്ളത് 24,02,432 വോട്ടർമാർ. ഇരിഞ്ഞാലക്കുടയിൽ NSS ഓഫീസിന് നേരെ ആക്രമണം. 2 ജനൽ ചില്ലുകൾ തകർത്തു. ആക്രമണത്തിന് ഉപയോഗിച്ച കരിങ്കല്ലുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ചാഴൂർ ജയന്തി കോൾപ്പടവിൽ സ്വകാര്യ വ്യക്തിയുടെ ബണ്ട് നിർമ്മാണം. കുടിയിറക്ക് ഭീഷണിയിൽ സമീപവാസികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.